ADGP ആയിരുന്ന MR അജിത് കുമാറിന് ലഭിച്ച സസ്പെൻഷൻ എത്ര കാലം നിലനിൽക്കുമെന്നത് മുൻകൂട്ടി പറയാൻ കഴിയില്ലെങ്കിലും അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഷൻ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള അന്വേഷണം വളരെ പ്രധാനമാണ് എന്നിരിക്കെ യോഗേഷ് ഗുപ്തയാണ് ഈ അന്വേഷണത്തിൻ്റെ ചുമതലക്കാരൻ എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അജിത് കുമാറിൻ്റെ സസ്പെൻഷൻ കേരളത്തിൽ ഒട്ടുമിക്ക ആളുകളും ആഗ്രഹിച്ച ഒന്നാണ്. പക്ഷെ ചിലരെങ്കിലും അജിത് കുമാറിനെ രക്ഷിക്കാൻ താൽപ്പര്യം കാണിച്ചിരുന്നു എന്നുള്ളതും പറയാതിരിക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ചില ഉദ്യോഗസ്ഥർക്കും ചില നേതാക്കൾക്കും അതിൽ താൽപ്പര്യം കാണാം. എങ്കിലും കോൺഗ്രസ് പ്രവർത്തകരുടെ ശക്തമായ ആവശ്യവും KC വേണുഗോപാൽ MPയുടെ അതിശക്തമായ താക്കീതും സർക്കാരിനെ മറ്റൊരു തീരുമാനമെടുക്കുന്നതിൽ നിന്നും അകറ്റി. സസ്പെൻഷനിലായ അജിത് കുമാർ ഇനി ട്രൈബ്യൂണലിനെ സമീപിച്ച് ചില അനുകൂല ഉത്തരവ് സമ്പാദിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വകുപ്പ് തല അന്വേഷണവും വളരെ പ്രധാനമാണ്. വെട്ടിയ മഴുമറന്നുവെങ്കിലും വെട്ടുകൊണ്ട മരം ഇതൊന്നും മറന്നിട്ടില്ല എന്ന AD തോമസ് MLA എന്ന അടികൊണ്ട ഒരാളുടെ പ്രസ്താവനയിലും അജിത് കുമാർ ADGPയെ പൂർണ്ണമായും പൂട്ടിക്കെട്ടും എന്നുള്ളത് ഉറപ്പിക്കുന്നതാണ്. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ KC വേണുഗോപാലിൻ്റെ നിർദ്ദേശത്തിൽ തന്നെയായിരിക്കും യോഗേഷ് ഗുപ്തയെ തന്നെ വകുപ്പ് തല അന്വേഷണത്തിനും നിയോഗിച്ചിരിക്കുന്നത്. വകുപ്പ് തല അന്വേഷണത്തിനും നിയോഗിക്കാൻ പോകുന്നത് കേസ് അന്വേഷിക്കുന്നത് പോലെയല്ല, ഇത് വകുപ്പ് തല അന്വേഷണമാണ്. മുതിർന്ന ഉദ്യോഗസ്ഥർ അന്വേഷിക്കും. അതാണ് അതിലൊരു പ്രധാന പ്രത്യേകത. അതിലാരാണ് യോഗ്യൻ എന്ന് നോക്കുമ്പോൾ യോഗേഷ് ഗുപ്ത തന്നെയാണ്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് MR അജിത് കുമാർ വഹിച്ച ബെവ്കോ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം അതിനു മുൻപ് വഹിച്ച ആളാണ് യോഗേഷ് ഗുപ്ത. സംസ്ഥാനത്തെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായ ഈ ബീവറേജ് കോർപ്പറേഷൻ്റെ തലവനായി നീണ്ടകാലം അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. അതുപോലെ കേരളത്തിൻ്റെ വിജിലൻസ് ഡയറക്ടർ അഥവാ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ മേധാവിയായും ഒരുപാട് കാലം പ്രവർത്തിച്ചു. കൂടാതെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് DGP ആയും സേവനമനുഷ്ഠിച്ചു. കേരളത്തിലെ പദവികൾക്ക് പുറമെ കേന്ദ്ര ഏജൻസികളിൽ, അതായത് CBI, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നീ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ സുപ്രധാന ചുമതലകളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതിനുശേഷം അങ്ങനെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ അടുത്തിടെ സർക്കാരിൽ DGPക്ക് തുല്യമായ പദവികളിലേക്ക് അദ്ദേഹത്തെ എംപാനൽ ചെയ്തിട്ടുമുണ്ട്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ യോഗേഷ് ഗുപ്തക്ക് നൽകാനിരുന്ന NOCയിൽ അദ്ദേഹത്തിൻ്റെ ബാഡ് മാർക്ക് പ്രധാനമായും ഉൾപ്പെടുത്തുകയായിരുന്നു കേരളത്തിലെ അന്നത്തെ സർക്കാർ. അവസാനം കേന്ദ്ര ഡെപ്യൂട്ടേഷനായുള്ള NOC ലഭിക്കുന്നതിന് വേണ്ടി യോഗേഷ് ഗുപ്തക്ക് ട്രൈബ്യൂണലിനെ സമീപിക്കേണ്ടി വരികയും വന്നിരുന്നു. അതിലും MR അജിത് കുമാർ എന്ന പിണറായിയുടെ വിശ്വസ്തന് ഒരുപക്ഷെ റോൾ ഉണ്ടാകാം. അങ്ങനെ എല്ലാം കൂടി തൂക്കാൻ യോഗേഷ് ഗുപ്ത വരികയാണെന്നുള്ളതാണ് ഒരു സൂചന. ഷൗക്കത്ത് അലി IPS വള്ളിപുള്ളി തെറ്റാതെ അന്വേഷിച്ച് കണ്ടെത്തിയ തെളിവുകൾ ഒരാൾക്കും രക്ഷിക്കാൻ കഴിയാത്ത തരത്തിൽ അജിത് കുമാറിനെ പൂട്ടിയിട്ടുണ്ടെങ്കിൽ അവസാന വകുപ്പ് തല അന്വേഷണം എന്നുള്ള നിലയിൽ യഥാർത്ഥ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ തന്നെയാകും ഷൗക്കത്ത് അലിക്ക് പകരം യോഗേഷ് ഗുപ്ത എത്തുന്നതെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.